ഫ്രാൻസിൽ നിന്ന് ഇന്ത്യ വാങ്ങിയ ഇന്ത്യയുടെ റഫേൽ വിമാനങ്ങൾ പാകിസ്ഥാന്റെ ആക്രമണത്തിൽ തകർന്നിട്ടില്ലെന്ന് റഫേൽ നിർമ്മാതാക്കളായ ഡാസോ ഏവിയേഷൻ സിഇഒ എറിക് ട്രാംപിയർ. പക്ഷേ ഫ്രാൻസിൽ നിന്നും ഇന്ത്യ വാങ്ങിയ 26 റഫേൽ വിമാനങ്ങളിൽ ഒരെണ്ണം ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു എന്നും അദ്ദേഹം പ്രസ്താവിച്ചു. എന്നാൽ ഇത് പാകിസ്ഥാൻ ആക്രമിച്ചതിലൂടെയല്ല ഇന്ത്യക്ക് നഷ്ടമായത്. വളരെ ഉയരത്തിൽ പറക്കുമ്പോഴുണ്ടായ ഒരു സാങ്കേതിക പ്രശ്നം മൂലമാണ് ഇന്ത്യക്ക് റഫേൽ വിമാനം ഒരെണ്ണം നഷ്ടമായത്. എന്നാൽ പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് പാകിസ്ഥാൻ്റെ ചൈനയിൽ നിന്നും വാങ്ങിയ J-10C എന്ന യുദ്ധവിമാനത്ത് കൊണ്ട് ഇന്ത്യയുടെ റഫേൽ വിമാനത്തെ PL-15 മിസൈൽ കൊണ്ട് വെടിവെച്ചിട്ടു എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഉറ്റുനോക്കിയിരുന്നു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ. ലോകത്തിനറിയണമായിരുന്നു ചൈനയുടെ ആയുധങ്ങൾ എത്രത്തോളം നല്ലതാണ്, എത്രത്തോളം ഫലവത്താണ് എന്നുള്ളത് ഒരു റിയൽ കോമ്പാക്റ്റിൽ അറിയുവാൻ വേണ്ടിയാണ് ലോകം കാത്തിരുന്നത്. അത് പാകിസ്ഥാൻ നന്നായി വിനിയോഗിക്കുകയും ചെയ്തു. അവർ പറഞ്ഞത് ചൈനീസ് J-10C എന്ന യുദ്ധവിമാനം ഉപയോഗിച്ച് അവരുടെ തന്നെ മിസൈലായ എയർ ടു എയർ മിസൈലായ PL-15 ഉപയോഗിച്ച് ഇന്ത്യയുടെ റഫേൽ വിമാനത്തെ വീഴ്ത്തി എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടത്. പാകിസ്ഥാൻ്റെ ഈ അവകാശവാദത്തെ ചൈന ആഘോഷമാക്കി മാറ്റി. ചൈനീസ് എംബസികൾ വഴി ഈ വ്യാജവാർത്ത അവർ പ്രചരിപ്പിക്കുകയും ചെയ്തു. വെസ്റ്റേൺ മെയ്ഡായ പാശ്ചാത്യ രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വിമാനത്തെ ചൈനയുടെ മിസൈൽ ഉപയോഗിച്ച്, ചൈനയുടെ വിമാനം ഉപയോഗിച്ച് വീഴ്ത്തി എന്നത് ഒരു വൻ വാർത്തയാക്കി അവർ മാറ്റി. അവരുടെ ഈ വ്യാജ വാർത്ത ഡാസോ ഏവിയേഷൻ സിഇഒ എറിക് ട്രാംപിയർ പൊളിച്ചിരിക്കുകയാണ്. ഇന്ത്യക്ക് വിമാനം നഷ്ടമായത് വളരെ ഉയരത്തിൽ പറക്കുമ്പോഴുണ്ടായ ഒരു സാങ്കേതിക തകരാറ് കൊണ്ടാണ് വിമാനം നഷ്ടമായത് എന്നാണ് അദ്ദേഹത്തെ ഉദ്ധരിച്ച് ഫ്രഞ്ച് മാധ്യമമായ ഏവിയോൺ ഡ ചാസെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. റഫേൽ വിമാനം 12,000 മീറ്ററിലധികം ഉയരത്തിൽ പറക്കുമ്പോഴാണ് വിമാനത്തിന് സാങ്കേതിക പ്രശ്നമുണ്ടായത്. പരിശീലന ദൗത്യത്തിലായിരുന്നു സംഭവമെന്നും ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം റഫേൽ വിമാനം നഷ്ടമായതിനെക്കുറിച്ച് ഇന്ത്യ ഇതേവരെ ഔദ്യോഗികമായി ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. പാകിസ്ഥാൻ ഈ യുദ്ധത്തിൽ അവകാശപ്പെടുന്നത് അവർ 5ഓളം ഇന്ത്യയുടെ വിമാനങ്ങളെ, ഫൈറ്റർ ജെറ്റുകളെ വീഴ്ത്തിയിട്ടുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്.